ശ്രീഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശ മനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 59. വേണുഗാനം. ത്വദ്വപുർനവകളായ കോമളം പ്രേമദോഹനമശേഷമോഹനം ബ്രഹ്മതത്വപരചിന്മുദാത്മകം വീക്ഷ്യ സംമുഹുരന്യഹം ശ്രിയാ. പുതിയതായി വിടർന്ന കായാമ്പൂ പോലെ കോമളവും പ്രേമോദ്ദീപകവും സർവജനമോഹനവുമായ അങ്ങയുടെ ശരീരമാകുന്ന ചിദാനന്ദ ബ്രഹ്മസ്വരൂപം നിത്യവും കണ്ട് ഗോപസ്ത്രീകൾ അതിൽ വശീകൃതകളായിത്തീർന്നു. മന്മദോന്മദിതമാനസാക്രമാതുന്വിലോകനരദാസ്തദ ഗോപികാസ്തവ നഹ്സേഹിരേ ഹരേ കാനനോപഗതിമപ്യഹർമുഖേ. അല്ലയോ മനോഹരനായ ഭഗവാനെ, ക്രമേണ മന്മഥപീഡിതമായ മനസ്സോടുകൂടിയവരും സദാ അങ്ങയെ കാണാൻ ആസക്തിയുള്ളവരുമായ ഗോപനാരിമാർ പ്രഭാതത്തിൽ അങ്ങ് കാട്ടിലേക്ക് പോകുന്നതിനെ പോലും സഹിച്ചില്ല. നിർഗതേ ഭവതി ദത്തദൃഷ്ടയാ സ്ത്വദ്ഗതേന മനസാ മൃഗേക്ഷണ വേണുനാദമുപകർണ്യ ദൂരതസ്ത്വദ്വിലാസകഥയാഭിരേമിരേ. ദിവസവും വൃന്ദാവനത്തിൽ പോകുന്ന അങ്ങയിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് ആ മാൻകണ്ണിമാർ അങ്ങയിൽ ലയിച്ച മനസ്സോടുകൂടി സ്ഥിതി ചെയ്തിരുന്നു. അകലെ നിന്നും വേണുനാദം കേട്ട് അങ്ങയുടെ ലീലാവിനോദങ്ങൾ വിസ്തരിച്ച് പറഞ്ഞ് ആനന്ദം കൊണ്ടിരുന്നു. കാനനാന്തമിതവാൻ ഭവാനഭി സ്നിഗ്ധപാദപദലേ മനോരമേ വ്യത്യയാ കലിതപാദമാസ്ഥിത പ്രത്യപൂരയത വേണുനാളികാം. വൃന്ദാവനത്തിലെത്തിച്ചേർന്ന അങ്ങ് മനോഹരവും കുളിർമയുള്ളതുമായ വൃക്ഷച്ചുവട്ടിൽ കാലുകൾ പിണച്ചു നിന്നുകൊണ്ട് വേണുനാളത്തിൽ ശ്വാസം നിറച്ച് നാദമുണ്ടാക്കി. മാരബാണദുദഖേജരീകുലം നിർവികാര പശുപക്ഷിമണ്ഡലം ദ്രാവണം ചദൃശതാമഭി പ്രഭോ താവകം വ്യജനി വേണുപൂജിതം. ഹേ പ്രഭോ, അങ്ങയുടെ മുരളീനാദം കേട്ട് ആകാശചാരിണികളായ അപ്സരസുകൾ മാരബാണബാധയാൽ ഖിന്നരായി ഭവിച്ചു. മൃഗപക്ഷിമണ്ഡലം വിഹാരവിഹീനതയോടെ സ്തംഭിച്ചു നിന്നു. ശിലകൾക്കു പോലും ആർദ്രതയുണ്ടായി. വേണുരന്ധ്രതരളാങ്കുലീദളം താളസഞ്ചലിതപാദപല്ലവം തൽസ്ഥിതം തവ പരോക്ഷമപ്യഹോ സംവിചിന്യ മുമുഹുർവ്രജാംഗന. മുരളിയുടെ ദ്വാരങ്ങളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന തളിർ വിരലുകളോടുകൂടിയതും താളാനുസൃതം ഇളകിക്കൊണ്ടിരിക്കുന്ന കാൽത്തളിരോടുകൂടിയതുമായ അങ്ങയുടെ ആ സമയത്തെ സ്ഥിതി പരോക്ഷരൂപത്തിലാണെങ്കിലും ഭാവനയിൽ ദർശിച്ചു കണ്ട് ഗോപകനാരിമാർ മോഹപരവശകളായി ഭവിച്ചു. നിർവിശങ്കഭവദംഗദർശിനി ഖേജരീഖഗമൃഗാൻ പശൂനഭി ത്വൽപദപ്രണയികാനനം ച താ ധന്യധന്യമിതി നന്വമാനയൻ.
നിർബാധം അങ്ങയുടെ ശരീരം ദർശിച്ചു കൊണ്ടിരിക്കുന്ന അപ്സരസുകൾ, മൃഗപക്ഷികൾ, പശുക്കൾ എന്നിവരും അങ്ങയുടെ പാദങ്ങളുമായി ബന്ധപ്പെടുന്ന വനവും ഏറ്റവും ധന്യമായവയാണെന്ന് ആ ഗോപസ്ത്രീകൾ കരുതി. ആബിബേയമധരാമൃതം ഗദാ വേണുഭുക്തരസശേഷമേകദാ ദൂരദോ ബദഹൃദം ദുരാശയേത്യാകുലാമുഹുരിമാസമാമുഹൻ. മുരളി ഭുജിച്ചതിനു ശേഷം ബാക്കിയായിട്ടുള്ള ആ അധരത്തിലെ അമൃതം ഒരു തവണയെങ്കിലും എനിക്ക് പാനം ചെയ്യാൻ കഴിയുന്നതെപ്പോൾ? ഇത് അസാധ്യമാണ്, കഷ്ടം, അത്യാഗ്രഹം കൊണ്ട് ഫലമില്ല എന്നീ പ്രകാരം ചിന്തിച്ചു ദുഃഖാകുലരായ ഗോപസ്ത്രീകൾ കൂടുതൽ കൂടുതൽ മോഹപരവശകളായി ഭവിച്ചു. പ്രത്യഹം ച പുനരിത്തമംഗനാശ്ചിത്തയോനിജനിതാദനുഗ്രഹാദ് ബദ്ധരാഗവിവശാസ്ത്വയി പ്രഭോ നിത്യമാപുരിഹ കൃത്യമൂഢതാം. ഹേ പ്രഭോ, കാമദേവൻ സൃഷ്ടിച്ച അനുഗ്രഹഫലത്താൽ അങ്ങയിലുറച്ച പ്രണയം മൂലം പരവശകളായിത്തീർന്ന ആ നാരിമാർ നിത്യവും ഇഹലോക കർമ്മങ്ങളിൽ വിമുഖകളായിത്തീർന്നു. രാഗാസ്താവജായ ദേഹി സ്വഭാവാൻ മോക്ഷോപായോ യജ്ഞദാസ്യാന്നവാസ്യാൽ താസാന്ത്യേകം തദ്വയം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുദേശ. അനുരാഗം സ്വാഭാവികമായി തന്നെ സംഭവിക്കുന്നതാണ്. മോക്ഷമാർഗമാകട്ടെ വളരെ യജ്ഞം ചെയ്തതിന് ശേഷം സംഭവിച്ചുവെന്നും ഇല്ലെന്നും വരാം. ഗോപനാരിമാർക്ക് അനുരാഗവും സായുജ്യമാർഗവും ഒന്നിച്ചു ലഭിച്ചു. എന്തു ഭാഗ്യം! അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണേ. ശ്രീ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.